എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റിലേഷൻഷിപ്പിലൊക്കെ നമ്മുടെ വില നമ്മുടെ പങ്കാളി ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ പലപ്പോഴും നമുക്ക് അവർ പുല്ല് വിലയായിരിക്കും തരുന്നത്. അപ്പോൾ അവർ നമുക്ക് വില തരുന്നില്ലെങ്കിൽ നമ്മുടെ വില നമ്മൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒന്നാമതായിട്ട്, നിങ്ങളുടെ കഴിവും കാര്യശേഷിയും പക്വതയും സ്കിൽസും എല്ലാം നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങൾ പ്രവൃത്തിയിലൂടെ ബോധ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളത് വാക്കുകൾ കൊണ്ട് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ തള്ളായി പോകും. അതിനാൽ അവർ കേൾക്കുന്നവർക്ക് ബോറടിക്കും. ഇവനൊരു സ്വയം പൊങ്ങിയാണ്, അല്ലെങ്കിൽ ഇവളൊരു സ്വയം പൊങ്ങിയാണ്, SP അടിക്കുന്നു എന്ന് മാത്രമേ എല്ലാവരും വിചാരിക്കത്തുള്ളൂ. പക്ഷേ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ഈ പറഞ്ഞ ടാലൻസും സ്കിൽസും ഒക്കെ കാണിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഇമോഷണൽ മച്യൂരിറ്റി ഒക്കെ പ്രദർശിപ്പിക്കാനായിട്ട് നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതൊന്നും നമ്മൾ കളഞ്ഞു കുളിക്കരുത്. അതൊക്കെ നമ്മൾ മുതലെടുക്കുക, നമ്മുടെ കഴിവിൻ്റെ പരമാവധി അവർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മൾ പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇവൻ അല്ലെങ്കിൽ ഇവൾ എത്ര മിടുക്കനാണ്, എത്ര മിടുക്കിയാണ്, എത്ര സ്കില്ലോടെയാണ് ഇവൻ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവൻ്റെ ഇമോഷണൽ മച്യൂരിറ്റി, ഇവളുടെ ഇമോഷണൽ മച്യൂരിറ്റി വളരെ പ്രശംസനീയമാണ് എന്നൊക്കെ രീതി നമുക്ക് തന്നെ തോന്നിപ്പോവും. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് അവരോടൊരു ആരാധന തോന്നും. അപ്പോൾ ആ രീതിയിൽ നമ്മളോടൊരു ആരാധന നമ്മുടെ പാർട്ട്ണർക്ക് തോന്നത്തക്ക രീതിയിൽ നമ്മൾ നമ്മുടെ കഴിവും കാര്യശേഷിയും ഇമോഷണൽ മാച്യൂരിറ്റിയും സ്കിൽസും ടാലൻസും എല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കാനുള്ള അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പോലും അറിയാതെ അല്ലെങ്കിൽ അവർ പോലും അറിയാതെ അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള അവരുടെ വില 10 ഇരട്ടിയാവുന്നു. ഇനി രണ്ടാമതായിട്ട്, കീപ്പ് യുവർ സെൽഫ് ഒക്യുപ്പൈഡ് അല്ലെങ്കിൽ കീപ്പ് യുവർ സെൽഫ് ബിസി എന്നുള്ളതാണ്. അപ്പം നമ്മൾ എപ്പോഴും പ്രവർത്തന നിരതരായിരിക്കണം. എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് എപ്പോഴും ചെയ്യാനുണ്ടായിരിക്കണം. അപ്പോൾ സമയം വളരെ പ്രഷ്യസ് ആണ്. അത് വളരെ നല്ല രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യണം. ഒരു പണിയില്ലാതെ ഇരിക്കുന്നവർക്കാണ് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് പങ്കാളിയുടെ ഒരു ഹെൽപ്പ് വേണ്ടി വരുന്നത്. അതായത് എൻ്റെ പങ്കാളി എന്നോട് മിണ്ടാനുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ 24 മണിക്കൂറും വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ബോറായിട്ട് തോന്നും. കുറച്ച് റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പാർട്ട്ണറിനെ ഓർക്കും, ഉടനെ അവരെ വിളിക്കും. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും. അപ്പോൾ നമ്മൾ അവരെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള വില ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇവനല്ലേ ഇവർക്ക് ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുവാണല്ലോ എന്നുള്ള രീതിയിൽ അവർ നമ്മളെ വില കുറച്ച് കാണാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ തന്നെ സ്വയം താഴാനായിട്ടും തുടങ്ങും. ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ നമ്മളിങ്ങനെ മടി പിടിച്ച് നമ്മുടെ ജീവിതം തന്നെ വേസ്റ്റ് ആക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ തന്നെ വില മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കളഞ്ഞു കുളിക്കുന്നു. നമ്മൾ ഒരു റിലേഷൻഷിപ്പ് വല്ലാണ്ട് നീഡിയാവുന്നു, മറ്റുള്ളവരിൽ വല്ലാണ്ട് നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. അതൊക്കെ വരുന്നത് നമുക്ക് ഒരു പണിയില്ലാത്തപ്പോഴാണ്. പക്ഷെ നമുക്ക് നല്ലൊരു പണിയുണ്ട്, ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഒന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു കൊച്ചു ബിസിനസ് ആണെങ്കിലും സൈഡായിട്ട് ചെയ്യാമല്ലോ. അങ്ങനെ കാശുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പരിപാടിയിൽ ഏർപ്പെടാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈനായിട്ടുള്ള ജോബ് ചെയ്യാം, പാർട്ട് ടൈം ജോബ് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ 4 കാശ് സമ്പാദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് അഭ്യസിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പാഷൻസ് ഹോബീസൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ആ രീതിയിൽ നമ്മളെ തന്നെ എൻഗേജ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥ വരുന്നില്ല. അപ്പോൾ നമ്മളെ തന്നെ ഇങ്ങനെ എപ്പോഴും ഒക്യുപ്പൈഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ബിസി ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സമയം മാത്രമേ പാർട്ട്ണറിൻ്റെ കൂട്ടത്തിൽ ചിലവഴിക്കാനായിട്ട് ആഗ്രഹിക്കത്തുള്ളൂ. അല്ലെങ്കിലാണ് 24 മണിക്കൂർ ഈ പാർട്ട്ണർ എൻ്റെ കൂട്ടത്തിൽ വേണം, മിണ്ടാൻ വേണം, ചാറ്റ് ചെയ്യാൻ വേണം എന്നുള്ള രീതിയിൽ നമ്മൾ വെറുതെ ഒരുപാട് ചാറ്റ് ചെയ്തൊക്കെ ടൈം വേസ്റ്റ് ആക്കുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ വേണം. പക്ഷേ അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് ഈ കമ്മ്യൂണിക്കേഷനൊക്കെ മാറും. നമുക്ക് പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാനില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ബിസി ആക്കി വെച്ചില്ല. ഇനി മൂന്നാമതായിട്ട്, റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ള ആളെ തന്നെ തിരഞ്ഞെടുക്കുക. നമ്മൾ ഈ പുളിങ്കൊമ്പിൽ പിടിക്കുക എന്നുള്ള പ്രയോഗമൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള പരിപാടിയൊക്കെ അങ്ങ് ഒഴിവാക്കുക. അതായത് ഇപ്പം ഒരുപാട് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോ കുലമഹിമയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് പ്രശസ്തിയുടെ കാര്യത്തിലോ ഒക്കെ നമ്മളിൽ നിന്ന് ഒരുപാട് ഉയരങ്ങളിലുള്ളവരെ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഒരുപാട് താഴെയുള്ളവരെ നമ്മൾ ഒരിക്കലും നമ്മുടെ റിലേഷൻഷിപ്പിൽ തിരഞ്ഞെടുക്കരുത്. അപ്പോൾ താഴെയാണേലും മുകളിലാണേലും അത് നമുക്ക് ഒരുപോലെ ദോഷം ചെയ്യും. കാരണം അവർ തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. തന്നെയുമല്ല, നമ്മൾ പിന്നെ റിലേഷൻഷിപ്പിൽ എല്ലാവരെയും നമ്മൾ ഈക്വലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യാറുള്ളൂ. ഒരിക്കലും ആരെയും ഒരു പെഡസ്ട്രലിൽ കയറ്റി ഇരുത്തരുത്. നമുക്ക് മുകളിൽ നമ്മുടെ പാർട്ട്ണറെ നമ്മൾ ഒരിക്കലും പ്രതിഷ്ഠിക്കരുത്, അല്ലെങ്കിൽ നമുക്ക് താഴെയായിട്ട് വരെ പ്രതിഷ്ഠിക്കരുത്. നമുക്ക് ഈക്വലായിട്ട് തന്നെ പ്രതിഷ്ഠിക്കാറുള്ളൂ. അപ്പോൾ നമ്മളോട് എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ ഈക്വലായിട്ടുള്ള വ്യക്തിയോട് മാത്രമാണ് നമുക്ക് ഒരു റൊമാൻസ് വർക്കൗട്ട് ആവുക, ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുക. അല്ലാതെ നമ്മളിൽ നിന്ന് ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്നവരോട് നമുക്കൊരു ആരാധനയായിരിക്കും, ഒരു ബഹുമാനമായിരിക്കും, ഒരു ഭയഭക്തിയായിരിക്കും.
എന്നാൽ ഒരുപാട് താഴെയുള്ളവരോട് നമുക്കൊരു പുച്ഛമായിരിക്കും, അവജ്ഞയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് രീതിയിലാണെങ്കിലും ശരിയാവത്തില്ല, ഈക്വലായിട്ട് തന്നെ വരണം. ഇനി നാലാമായിട്ട് നോ പറയാൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റിലേഷൻഷിപ്പിൽ നമ്മൾ നോ പറഞ്ഞില്ലെങ്കിൽ മറ്റേ ആൾ പറയുന്നതിനെല്ലാം നമ്മൾ ശരി ശരി എസ് എസ് എന്ന് പറഞ്ഞ് തലയാട്ടി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഓർക്കും, ഞാൻ പറയുന്നതല്ല ഈ വ്യക്തി അനുസരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ കൂടുതൽ കാര്യം നമ്മളോട് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അവിടെ ഡിമാൻഡ് കൂടി വരും, നമ്മൾ അയാളെ അനുസരിക്കേണ്ട ഒരു ആവശ്യകത അവിടെ കൂടി വരും. അങ്ങനെ നമ്മൾ അയാളെ അനുസരിക്കുന്ന അയാളുടെ കയ്യിൽ ഒരു പപ്പറ്റായി മാറും. പിന്നെ നമ്മൾ അയാളുടെ മുമ്പിൽ ഒരു സ്ലേവായി മാറും. അപ്പോൾ നമ്മൾ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം അവിടെ അടിയറ വെക്കേണ്ടി വരും, നമ്മളവിടെ പണയപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഒരു സെൽഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ അസേർട്ട് ചെയ്യണം. നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം നമ്മൾ ഒരിക്കലും കൈമോശം വരുത്തരുത്, ആർക്കു വേണ്ടിയിട്ടും പണയം വെക്കരുത്. അപ്പോൾ നമ്മുടെ വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളിലും സത്യസന്ധവും ആണെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളിലും അങ്ങനെയുള്ള ബോധ്യങ്ങളിലുമൊക്കെ നമ്മൾ അടിയുറച്ച് നിൽക്കുക. അത് ആർക്കു വേണ്ടിയിട്ടും നമ്മൾ മാറ്റരുത്. കാരണം നമ്മുടെ ശരികൾ നമ്മൾ വെറുതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റിയാൽ അത് അവർ പറയുന്നത് ചിലപ്പോൾ അത് തെറ്റാണെന്ന് നമുക്കറിയാം. എങ്കിലും അവരോടുള്ള സ്നേഹം കൊണ്ട് നോ പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അവർ പറയുന്ന ആ തെറ്റുകൾ പോലും നമ്മൾ വെറുതെ അങ്ങ് അനുസരിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് യാതൊരുവിധ ബൗണ്ടറീസോടെ ഇല്ലാതെയാവും. അവർ നമ്മളെ ഭരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മളൊരു അടിമത്തത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങും. അവിടെ നമ്മുടെ വില മുഴുവനും പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോ പറയാൻ ഉറപ്പായിട്ട് ശീലിക്കണം. നമുക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അംഗീകരിക്കരുത്, നമ്മളതിന് വഴങ്ങിക്കൊടുക്കരുത്. അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ അടിമയാകാനായിട്ട് നിന്നു കൊടുക്കരുത്. കാരണം അങ്ങനെ അടിമയാകാൻ നിന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തോടെ നരകമാവും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മെയിൽ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങൾ ഫീമെയിൽ ആയിട്ടുള്ള ഒരു സ്ത്രീകളെയും ഒരു പേഷ്യൻസിനെയും നിങ്ങൾ ട്രീറ്റ് ചെയ്യാനായിട്ട് പാടില്ല, നിങ്ങൾ പുരുഷന്മാരെ മാത്രമേ ചികിത്സിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസാണോ? അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാനിപ്പം നിങ്ങളെ ഡിവോഴ്സ് ചെയ്തിട്ട് പോകും എന്നൊക്കെ പറയുന്ന ഒരു റിലേഷൻഷിപ്പിൽ നമുക്കൊരിക്കലും നിലനിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ഡോക്ടറുടെ കാര്യം വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ജീവിത മേഖലകളിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഷാഠ്യങ്ങൾ പിടിക്കുന്ന പാർട്ട്നേഴ്സ് ഉണ്ട്. അതിപ്പോൾ പുരുഷന്മാരായിരിക്കാം, സ്ത്രീകളായിരിക്കാം. അപ്പോൾ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ സ്ത്രീകളോട് അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യം പോലും പുരുഷന്മാരായിട്ടുള്ള ക്ലയൻറ്റുകളെയൊക്കെ വിളിക്കാൻ പോലും സമ്മതിക്കാത്തവരുണ്ട്. സ്ത്രീകൾ അതുപോലെ തന്നെ തിരിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കടന്നുകയറ്റമാണ്. മനുഷ്യനൊരു സാമൂഹിക ജീവിയും കൂടിയാണ്. അപ്പോൾ അവൻ്റെ ആ ഒരു സാമൂഹിക ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം, മൗലിക സ്വാതന്ത്ര്യമൊക്കെ അവന് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അടിമത്തം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയാണ് നമ്മളെക്കൊണ്ട് ഇതൊന്നും സമ്മതിക്കാത്തതെങ്കിൽ അയാൾ നമ്മളുടെ മൗലിക അവകാശങ്ങളൊക്കെ നിഷേധിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കുന്നവരോട് നമ്മൾ നോ പറയണം. അപ്പോൾ അങ്ങനെ നോ പറഞ്ഞിട്ട് അവർ അനുസരിക്കുന്നില്ല, അവർക്ക് മനസ്സിലാവുന്നില്ല, വീണ്ടും അവർ നമ്മളെ ഭരിക്കാൻ വരികയാണെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ച് പോകാനുള്ള തൻ്റെ ഇടവും നമ്മൾ കാണിക്കണം. അതിപ്പോൾ നമ്മൾ വിവാഹ ജീവിതത്തിലാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഒരാളുടെ അടിമയായിട്ട് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ ഒരു പുരുഷൻ്റെ ആയിക്കൊള്ളട്ടെ, സ്ത്രീയുടെ ആയിക്കൊള്ളട്ടെ, അനാവശ്യമായിട്ടുള്ള രീതിയിൽ അവർ നമ്മളെ ഭരിക്കാൻ നോക്കുമ്പോൾ അവരോട് നോ പറയാൻ തന്നെ നമ്മൾ പഠിക്കുക. അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ വില മനസ്സിലാകത്തില്ല. കാരണം അവർ പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കുന്ന വെറും കളിപ്പാവുകളാവും. അവരുടെ ഇഷ്ടത്തിന് മാത്രം അനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങളുടെ ചട്ടക്കൂടിൽ നമ്മൾ ഒതുങ്ങിത്തീരുമ്പോൾ നമ്മുടെ വില അവിടെ നമ്മൾ തന്നെ ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോ പറയാൻ പഠിച്ചാൽ മാത്രമേ നമ്മുടെ റിലേഷൻഷിപ്പിൽ പോലും നമുക്കൊരു വില ലഭിക്കത്തുള്ളൂ. അത് തന്നെ നമ്മുടെ സമൂഹത്തിലും വീട്ടിലും ഒക്കെ നമുക്ക് ഒരു വില ലഭിക്കണമെങ്കിൽ നമ്മൾ നോ പറയാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ മിസ്യൂസ് ചെയ്യും, വീട്ടുകാർ മിസ്യൂസ് ചെയ്യും, പാർട്ട്നേഴ്സ് മിസ്യൂസ് ചെയ്യും. അങ്ങനെ എല്ലാവരാലും മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നവരായിട്ട് നമ്മൾ മാറും. നമുക്ക് സ്വന്തമായിട്ട് യാതൊരു വിലയും ഉണ്ടാകത്തില്ല, ഒരു നട്ടിലും ഉണ്ടാകത്തില്ല. നമ്മളങ്ങനെ അയ്യോഭാവങ്ങളായിട്ട് ജീവിക്കും, എല്ലാവരെയും സുഖിപ്പിച്ച് ജീവിക്കുന്ന പീപ്പിൾ പ്ലീസേഴ്സായിട്ട് നമ്മൾ മാറിപ്പോവുകയും. ഇനി അഞ്ചാമായിട്ട് മെൻ്റലി സ്ട്രോങ് ആവുക എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിൽ നമുക്ക് വില കിട്ടണമെങ്കിൽ നമ്മൾ മെൻ്റലി സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ പലരുടെയും ഒരു പ്രശ്നം, എൻ്റെ പാർട്ട്ണർ എന്നെ വിളിച്ചില്ലെങ്കിൽ തന്നെ അവിടെ തകർന്നു പോവുകയാണ്. അയ്യോ അവളെന്നെ ഒന്നും വിളിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ എനിക്കത് പറ്റുന്നില്ല, സഹിക്കാനായിട്ട് പറ്റുന്നില്ല, അവളെന്നെ വിളിച്ചേ മതിയാവത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്കിന്ന് സന്തോഷിക്കാൻ പറ്റത്തില്ല, ഞാനൊക്കെ തകർന്നു പോകും എന്നുള്ള ഒരവസ്ഥയിലാണ് പലരും. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷൻ എന്നെ ഈ രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ, എന്നെ ഈ രീതിയിൽ സമീപിച്ചില്ലെങ്കിൽ എനിക്കത് സഹിക്കുന്നില്ല, താങ്ങുന്നില്ല, എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, എനിക്കിങ്ങനെ ഒരു ജീവിതം വേണ്ട എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ ഒരിക്കലും മെൻ്റലി സ്ട്രോങ് അല്ല. അവർ നമ്മളെ എങ്ങനെ പെരുമാറുന്നു എന്നനുസരിച്ചിട്ടല്ല നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഇന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ ഹാപ്പി ആവുള്ളൂ. അങ്ങനെയല്ല. നമ്മളിൽ തന്നെ സംതൃപ്തി കണ്ടെത്താൻ പഠിക്കുക, നമ്മളിൽ തന്നെ ഹാപ്പിനെസ് കണ്ടെത്താൻ പഠിക്കുക. ഒരിക്കലും നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്, സംതൃപ്തിക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. അങ്ങനെ മറ്റൊരാളെ നമ്മൾ ആശ്രയിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഹാപ്പി ആവത്തില്ല. കാരണം നമ്മളെപ്പോഴും അവരെ നോക്കിയിരിക്കുന്നത്.
നമ്മൾ എപ്പോഴും അവരെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ അവരുടെ സ്നേഹത്തിന് വേണ്ടി നീഡി ആയിക്കൊണ്ടിരിക്കും. അത് കിട്ടുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ തളർന്നു പോകും, തകർന്നു പോകും. അപ്പോൾ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ആ വ്യക്തിക്ക് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവരും കൂടുതൽ ഡിമാൻഡ് ഇറക്കാനായിട്ട് തുടങ്ങും. അവരും നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറാനായിട്ട് തുടങ്ങും. അവർ നമ്മളെ അവഗണിക്കാൻ തുടങ്ങും. അപ്പോഴൊക്കെ നമ്മൾ തളർന്നു പോകും. അവരെത്രമാത്രം അവഗണിക്കുന്നു അത്രമാത്രം നമ്മൾ അവരുടെ കാലിൽ പിടിച്ച് ബെഗ് ചെയ്യാനായിട്ട് തുടങ്ങും, എന്നെ ഒന്ന് സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ എല്ലാ വിലയും പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ തന്നെ സംതൃപ്തരാണോ, ഹാപ്പിയാണോ? അപ്പോൾ അവർ നമ്മളെ അവഗണിച്ചാലും നമുക്കവിടെ പുല്ലാണ്. ഇനി നമുക്ക് ആ റിലേഷൻഷിപ്പ് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവർ നമ്മളെ ഒരുപാട് ഭരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മൗലിക അവകാശങ്ങളൊക്കെ നിഷേധിക്കുകയോ ചെയ്യുന്ന അവസരങ്ങളിൽ പോലും നമുക്കവരെ നോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബന്ധം ബ്രേക്കപ്പ് ആക്കണമെങ്കിൽ പോലും നമ്മൾ ഈ രീതിയിൽ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഒപ്പം തന്നെ നമ്മളിൽ തന്നെ സംതൃപ്തി കണ്ടെത്തണം, നമ്മളിൽ തന്നെ ഹാപ്പി ആയിരിക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു അവസരത്തിൽ പോലും നമുക്ക് ധൈര്യമായിട്ട് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെ അവർ നമ്മളെ എത്ര രീതിയിൽ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്താലും എങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്താലും അവർ നമ്മളെ എത്രയൊക്കെ ദ്രോഹിച്ചാലും അവഗണിച്ചാലും ഒക്കെ നമ്മൾ അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവരുടെ കാലിൽ വീണ് ബെഗ് ചെയ്യുന്നവരായിപ്പോലും അവിടെ നമുക്കൊരു വില ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ തന്നെ വില നമ്മൾ ആദ്യമേ തിരിച്ചറിയുക. നമ്മുടെ വില തിരിച്ചറിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് ആ വില കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വന്തം വാല്യൂ നിങ്ങളെല്ലാവരും ആദ്യമേ മനസ്സിലാക്കുക. ഒപ്പം തന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ സംതൃപ്തിയൊക്കെ നമ്മളിൽ തന്നെ നമ്മൾ കണ്ടെത്തുക, കൂടുതൽ സ്ട്രോങ് ആവുക. എങ്കിൽ മാത്രമേ നമ്മുടെ റിലേഷൻഷിപ്പും വിജയിക്കത്തുള്ളൂ. നമ്മളിൽ പൂർണ്ണമായിട്ട് നമുക്ക് സംതൃപ്തിയുണ്ട്, സ്നേഹമുണ്ട്. അപ്പോൾ മാത്രമേ നമ്മുടെ ആ ഒരു സ്നേഹം മറ്റുള്ളവർക്കും നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്കും ആ ഒരു സ്നേഹം പകർന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെ അവരുടെയും നമ്മൾ ഈ സ്നേഹം മേടിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ, അങ്ങോട്ട് കൊടുക്കലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ബാലൻസിങ് ഉണ്ടാവണമെങ്കിൽ നമ്മളിൽ തന്നെ സംതൃപ്തി കണ്ടെത്തിയവരായിരിക്കണം. അല്ലാതെ അവരെന്നെ സംതൃപ്തരാക്കിയാൽ മാത്രമേ ഞാൻ ഹാപ്പി ആവുള്ളൂ അങ്ങനെ പറയുന്നവരായിരിക്കരുത്. അവിടെ നമ്മൾ വളരെയധികം വീക്കായി പോകും, നമ്മുടെ വില അവിടെ ഇല്ലാതെയായി പോകും. അപ്പോൾ അതുകൊണ്ട് വില ഉണ്ടാവണോ, നമ്മുടെ മഹത്വം തിരിച്ചറിയുക, നമ്മുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്റ്റ്, ഈ സാധനം ഒന്നും വിട്ട് കളിച്ചിട്ട് ഒരു റിലേഷൻഷിപ്പിൻ്റെ പുറകെ പോകരുതെന്നുള്ളതാണ്.